കുട്ടനാട്ടിൽ UDF വിമത സ്ഥാനാർത്ഥി സജി ജോസഫ് പിന്മാറും. റജി ചെറിയാൻ മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സജി ജോസഫ് വിമതനായി പത്രിക നൽകിയത്. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, അങ്ങനെ കുട്ടനാട്ടിൽ UDFന് ചെറിയ ആശ്വാസമാവുകയാണ്. വിമതനായി മത്സരിക്കാനിരുന്ന സജി ജോസഫ് പിന്മാറുന്നു. ചർച്ചകൾക്ക് ശേഷമാണോ തീരുമാനത്തിലേക്ക് എത്തിയത്? ജിൽസി എങ്ങനെ ഈ തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. അദ്ദേഹം മാധ്യമങ്ങൾ അല്പസമയത്തിനകം കാണും. അതിലൊരു എന്താണ് ഈ പിന്മാറ്റത്തിനുള്ള കാരണം തുടങ്ങിയ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം UDF DCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആലപ്പുഴ DCCയുടെ വൈസ് പ്രസിഡന്റാണ് ഈ സജി ജോസഫ്. ഈ കുട്ടനാട്ടിൽ UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ജോസഫിന്റെ വിഭാഗം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് റെജി ചെറിയാനാണ്. ഇത് പേയ്മെന്റ് സീറ്റാണ് എന്നുള്ള ആരോപണം തന്നെ നേരത്തെ തന്നെ ഈ സജി ജോസഫ് ആരോപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് സജി ജോസഫ് കുട്ടനാട്ടിൽ UDFന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ പത്രിക സമർപ്പിക്കുകയും പത്രിക അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. അദ്ദേഹം പ്രചരണം ആരംഭിച്ചതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത്. അതിനിടെയാണ് അദ്ദേഹം പിന്മാറുന്നു എന്നുള്ളൊരു സൂചന, ഒരു വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും എന്തുകൊണ്ടാണ് അദ്ദേഹം പിന്മാറുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ചർച്ച നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം അല്പസമയത്തിനകം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും. ജിൻസി, യെസ്, അപ്പോൾ എന്ത് തന്നെയാണ് കാരണമെങ്കിലും UDFനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട്ടിൽ വലിയ ആശ്വാസമാണ് പിന്മാറാനുള്ള ഒരു തീരുമാനം എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഫൈസൽ അസീസ് നൽകിയത്. എന്നാലും അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പിന്മാറാനുള്ള തീരുമാനത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഫൈസൽ നൽകുന്നത്.